ഇനി ഒരു തുടർഭരണം വേണോ? തുടർ ഭരണമൊന്നും വേണ്ട. വേണ്ട. വേണ്ട വേണ്ട വേണ്ട. നല്ല ഭരണമല്ല. നല്ല ഭരണമല്ല. യുവമാർ ഇറങ്ങി എത്രയും വേഗം പോട്ടെ. മുഖ്യമന്ത്രി മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും. മുഖ്യമന്ത്രിയാണ് പ്രശ്നം. ആണ്, തീർച്ചയായിട്ടും. അപ്പോൾ മുഖ്യമന്ത്രിമാരാണെങ്കിൽ LDF വന്നാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്നാണ് അഭിപ്രായം. വേണമെന്നാണ്. നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്. തുടർഭരണം വരും. ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഭരണം പോരായിരുന്നു. പോരായിരുന്നു. തുടർഭരണം വേണോ? എന്നാണ് ഞങ്ങൾ പറയുന്നത്. വേണം. ഞങ്ങൾക്ക് പൈസ കിട്ടുന്നതാണ്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അങ്ങനെ തന്നെ ആ അഭിപ്രായം തന്നെ. തുടർഭരണം വേണം. വേണ്ടെന്നാണ്. ഒരു മാറ്റം വേണം. വേണം. BJP വരണം. എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. കാരണം രാഷ്ട്രീയമേ എനിക്ക് ബാധകമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു തുടർഭരണം വേണം. വേണം. തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും ഇല്ല. ഇല്ല. ഉണ്ട്. നല്ല ഭരണമാണ്. നല്ല ഭരണമാണ് തീർച്ചയായും. തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ആഗ്രഹിക്കും. നല്ല ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഭരണം തന്നെയാണ്. ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തുടർഭരണം ഇവിടെ തീർച്ചയായിട്ടും വരും. ഒരു സംശയം. തുടർഭരണം വേണം. തുടർഭരണം വേണം അല്ലേ? ഇരിക്കട്ടെ. തുടർഭരണം വേണ്ട. വേണ്ട. നല്ല ഭരണമല്ല. അല്ല. തുടർഭരണം വേണം. പിന്നെ അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നടക്കണ്ടായി. കുഴപ്പമില്ല. വേണം. പക്ഷേ ഈ DYFIക്കാരെ കുറെ അഹങ്കാരം അങ്ങ് മാറ്റണമെന്ന് പറയാം. നമുക്കതിന് താല്പര്യമില്ല. തുടർഭരണം വേണ്ട. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ്. ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് മത്സരിക്കുകയും ചെയ്ത ആളാണ്. ഇടതുപക്ഷം തന്നെ തുടർന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.